മംഗളൂരുവിൽ ചികിത്സയിലുള്ള 2 ജീവനക്കാരുടെ നില ഗുരുതരമായി തുടരുന്നു. ശ്വാസകോശത്തിനുൾപ്പെടെ പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. തീപിടിച്ച MV വാൻഹായ് 503 നിന്നുള്ള കണ്ടെയ്നറുകൾ കേരള തീരത്തടിയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിലെ നവശേവ തുറമുഖത്തു നിന്നുള്ള വിവരങ്ങളുമായി ചേരും. ഒപ്പം തന്നെ അരുൺ പാറയ്ക്കൽ മംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ശ്രീനാഥ് ചന്ദ്രനിലേക്കാണ്. ശ്രീനാഥ്, എന്താണ് പങ്കുവെക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? ഈ ദൗത്യം ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്, 4 പേർക്കായുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. ഈ രാസവസ്തുക്കൾ കടലിൽ കലരാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രതയൊക്കെ ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിലായി പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ, ശ്രീനാഥ് ചന്ദ്രൻ? റീജിത്ത്, അപകടമുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് രാവിലെ മുംബൈ തുറമുഖത്തേക്ക് എത്തേണ്ടതായിരുന്നു ഈ വാൻഹുയി 503 എന്ന കപ്പൽ. വാൻഹുയി കമ്പനിയുടെ തന്നെ, അതായത് സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ മറ്റൊരു കപ്പലിൽ ഇപ്പോൾ സാധനങ്ങൾ കയറ്റുന്നതും കണ്ടെയ്നറുകൾ കയറ്റുന്നതും ഇറക്കുന്നതും ഒക്കെ നമുക്ക് അവിടെ നിന്ന് നേരിട്ട് തന്നെ കാണാൻ കഴിയുന്നതാണ്. ആ തരത്തിൽ മുംബൈയിലെ തുറമുഖത്ത് കാര്യമായ ഏതെങ്കിലും തയ്യാറെടുപ്പുകളോ മറ്റോ ഒന്നും തന്നെ ഇല്ല. അതേസമയം ഈ കപ്പലിൽ നിന്ന് കടലിലേക്ക് പതിച്ചിട്ടുള്ള കണ്ടെയ്നറുകളുടെ സഞ്ചാരപാത അടക്കമുള്ള കാര്യങ്ങളാണ് ഇനിയും വ്യക്തത വരേണ്ടതുള്ളത്. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് ഇന്നലെ രാത്രിയോടെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. കേന്ദ്ര ഭൗമ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സെൻ്ററാണ്, ഒരു ഏജൻസിയാണ് ഇത് ഹൈദരാബാദിലെ. അവർ പറയുന്നത് പ്രകാരം കണ്ടെയ്നറുകൾ കൊച്ചിക്കും കോഴിക്കോടിനും ഇടയിൽ എത്താനാണ് സാധ്യത. പക്ഷേ അത് തീരത്തേക്ക് അടിയുന്നതിന് ഒരല്പം താമസം ഉണ്ടാകും. അടുത്ത 3 ദിവസവും അത് കടലിൽ തന്നെ തെക്ക് കിഴക്കായി ഒഴുകി നടന്നതിന് ശേഷം പിന്നീടായിരിക്കും അത് കരയിലേക്ക് എത്തുകയാണെങ്കിൽ അങ്ങനെ എത്തുക എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല, ഇന്നിപ്പോൾ രാവിലെ ഒരിക്കൽ കൂടി ആ കണ്ടെയ്നറുകളുടെയും മറ്റും സ്ഥാനവും തിരയുടെയും കാലാവസ്ഥയും ഒക്കെ തന്നെ പരിശോധിച്ചതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വാർത്താക്കുറിപ്പ് കൂടി ഉണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാവിലെ നമ്മൾ അവിടുത്തെ ശാസ്ത്രജ്ഞരുമായി സംസാരിച്ചതാണ്. ഇന്ന് രാവിലെയാണ് അതിൻ്റെ പുതിയ അപ്ഡേറ്റ് തരാനാവുക എന്നവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കപ്പൽ ഏതായാലും തീപിടിച്ചു, അത് കാര്യമായി തന്നെ തീപിടിച്ച് കത്തുന്ന കാഴ്ച ഇന്നലെ രാത്രി നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഏതാണ്ട് പൂർണ്ണമായി തന്നെ കപ്പലിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും തീ എത്തുന്നുണ്ട് എന്നതാണ് ആ ദൃശ്യങ്ങൾ ഒറ്റനോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിനുശേഷം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ കൂടി ഒരു അനാലിസിസ് ഇപ്പോൾ നടത്തുന്നുണ്ട്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ഇപ്പോൾ കപ്പലിൻ്റെ ഉടമകളുമായി സംസാരിച്ചിട്ടുണ്ട്. സിംഗപ്പൂർ തുറമുഖവുമായി ബന്ധപ്പെട്ടാണ് ഉടമകളിലേക്ക് ഇവരുടെ സന്ദേശം ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും കപ്പലിൻ്റെ അവസ്ഥ എന്താണ് എന്നത് കപ്പൽ ഉടമകൾ കൂടി അറിയിച്ചിരിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, കപ്പൽ ഉടമകൾക്ക് ഇത്തരം സാഹചര്യങ്ങൾ തീപിടുത്തമുണ്ടായാൽ മറ്റും അത് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ പലതുമുണ്ട്. അത്തരം സാധ്യതകൾ കൂടി അവർ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നും കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഈ കണ്ടെയ്നറുകൾ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ഏതാണ്ട് വ്യക്തത ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും കൃത്യമായി തന്നെ കണ്ടെയ്നറിലുള്ള വസ്തുക്കളുടെ സ്വഭാവം അടക്കമുള്ള കാര്യങ്ങൾ ഈ കപ്പൽ കമ്പനി തന്നെ അറിയിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി, ഒരു ഉത്തരവ് കൂടി ഡയറക്ടറേറ്റ് ഓഫ് ഷിപ്പിംഗ് ഇപ്പോൾ കപ്പൽ ഉടമകൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഫയർ ഫൈറ്റിംഗ് ഇപ്പോൾ അത് തീ അണയ്ക്കാനുള്ള ശ്രമം ഈ ഘട്ടത്തിലും പുരോഗമിക്കുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെ 5 കപ്പലുകളാണ് ഇപ്പോൾ തീ അണയ്ക്കാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.